കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞ് നട തുറന്നു കേട്ടോ. എല്ലാവരും വരൂ, നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ ദേവകൾ പൂജിതമായ ആ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാണാനായി നിൽക്കുന്നത് എന്ന് നോക്കാം. ഇന്നിപ്പോൾ മൊത്തം നല്ല തിരക്കായിരുന്നു, രാവിലെ തന്നെ നല്ല തിരക്കാണ്. ഞായറാഴ്ചയായിരുന്നു. ഇന്നിപ്പോൾ ടോക്കനും അതായത് VIP ദർശനമൊന്നും ഇല്ലാത്ത കാരണം കുറേ മെച്ചമായി. എന്നാലും നല്ല തിരക്കാണ്. തിരക്കിനപ്പുറം ശ്രീഭൂതബലിയൊക്കെ 2 ഉണ്ടാവുക കാരണം ഇന്ന് എല്ലാം കൊണ്ടും തിരക്ക്. അതായത് അതിൻ്റെ ഇടയ്ക്ക് 2 പുണ്യാഹമായി. എല്ലാം കഴിഞ്ഞിപ്പോൾ 3 മണി ആയിട്ടാണ് ഭക്തജനങ്ങൾ ഒന്ന് കഴിഞ്ഞത്. നട അടയ്ക്കുമ്പോഴേക്ക് ഇനിയും സമയമാവും. 3:30 വീണ്ടും തുറക്കണം. എന്തായാലും ഭഗവാൻ ഉറങ്ങാനൊന്നും നേരമില്ല, ഭക്തരുടെ ആവലാതി കേൾക്കാൻ മാത്രമാണ് സമയമുള്ളൂ. നമുക്ക് പോയിട്ട് തൊഴാൻ പോവാം. എന്തായാലും കിഴക്കേ നടയിലെ ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോവാം. അങ്ങനെ പോകുമ്പോൾ ആ വാതിൽപ്പടി എത്തുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ അകത്തേക്കുള്ള പ്രവേശനമില്ലായിരുന്നു. ഇന്ന് പഴുക്കാമണ്ഡപം ഒക്കെ ഉണ്ടായിട്ട് പോലും പക്ഷേ ദർശനമൊന്നുമില്ല, ദർശന സൗകര്യമൊന്നുമില്ല. കാരണം ആ സമയത്തൊക്കെയാണ് പുണ്യാഹമായത്. ഇന്ന് ഉച്ചപൂജ 1:30 കഴിഞ്ഞിട്ടാണ് ഉച്ചപൂജയ്ക്ക് നട അടച്ചത്. 2:30 കഴിഞ്ഞു നട തുറന്നപ്പോൾ. അതിൻ്റെ മുന്നേ അതേമാതിരി 12 മണിയൊക്കെ ആയി പന്തീരടി പൂജ തന്നെ. എല്ലാം നേരം വൈകിട്ടാണ്. നമ്മൾ അകത്തേക്ക് നോക്കിയിട്ട് ആ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ഭഗവാന്റെ ആ ഒരു നെയ്വിളക്കിൻ്റെ പ്രകാശം അത് നമ്മിലേക്ക് എത്തുകയാണ്. അങ്ങനെ ആ ഇടതുവശത്തേക്ക് നോക്കിയിട്ട്, ആ പീഠത്തിലേക്ക് നോക്കിയിട്ട് ഒന്ന് നാരായണീയം എഴുതിയ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിച്ചു. അതുപോലെ അദ്ദേഹത്തിന് ആ നരസിംഹാവതാര ദർശനം കാണിച്ചു കൊടുത്ത ആ വലത്തെ സൈഡിലെ തൂണൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ വരുമ്പോൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി വരികയാണ്. അപ്പോൾ എന്താന്ന് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഒരു മുട്ട് കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന വെണ്ണക്കണ്ണനാണ്. കയ്യിൽ വെണ്ണ വാരി തിന്നെയാണ്. നന്നായിട്ട് വെണ്ണ കഴിക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിൽ ചോദിച്ചോളൂ, തരൂ കേട്ടോ. അത്രയ്ക്കും വിഭവ സമൃദ്ധമായിട്ടാണ് വെണ്ണക്കുടത്തുനിന്ന് കൈയിട്ട് ഇങ്ങനെ വാരി കഴിക്കുകയാണ് ആ വെണ്ണക്കണ്ണനെ. മുട്ട് കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കണ ആ വെണ്ണക്കണ്ണൻ. എന്താ രസം! വളരെ മനോഹരമായിട്ടുള്ള ഒരു കളഭം കൊണ്ടുള്ള ഇന്ന് മുന്നൂലം ഭവേശോദിക്കലാണ് ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ ഉണ്ടായിരുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ സോപാനപ്പടിയിൽ നിന്നിട്ട് അകത്തേക്ക് നോക്കുക. കാൽത്തളകളൊക്കെ ഇട്ട കൈവളകളൊക്കെ അണിഞ്ഞ ആ പൊന്നുണ്ണിയെ, ഒരു കഴുത്തിലൊരു വളയം പോലത്തെ മാലയും ഒരു മാങ്ങാമാലയുണ്ട്. അതുപോലെ പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. 2 തിരുമുടി മാലകളുണ്ട്. അതേമാതിരി ഉണ്ടമാലകൾ 2 ഉണ്ട്. അത് വലിയ നല്ല വെളുത്ത പൂവിനാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി. പിന്നെ തുളസിയും തെച്ചി അങ്ങനെയുള്ള ആ മാലകളാണ്. വളരെ രസമായിട്ട് ഉണ്ണിക്കണ്ണൻ തന്നെ നമ്മളെ എല്ലാവരെയും കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തൊഴുതോളൂ. ഇപ്പോൾ ആ സോപാനപ്പടിയിൽ നിന്ന് നമ്മൾ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണ്. അങ്ങനെ തൊഴുത് അങ്ങനെ ഇറങ്ങുമ്പോൾ ബലി തർപ്പണം ചെയ്യുന്ന അഗ്നികോണിലേക്ക് നോക്കിയിട്ടൊന്ന് തൊഴുതു. പിന്നീട് നമ്മൾ നേരെ തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴുതു. രാവിലെ ഗണപതി ഹോമം നടക്കുന്നതും ഭഗവാന് നേദ്യം തയ്യാറാക്കുന്നതുമായ വളരെ വിശിഷ്ടമായ ആ തിടപ്പള്ളി നോക്കി തൊഴുതു. പിന്നീട് സപ്തമാതാക്കളെ കണ്ട് തൊഴുതു. പിന്നെ അങ്ങനെ വരുമ്പോൾ വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നാലോ, വളരെ സർവാഭരണ വിഭൂഷിതമായിട്ടാണ്. ഇന്ന് ചന്ദനവും കളഭവും ഒക്കെ പാടെ നല്ല അലങ്കാരത്തിലാണ് ഉണ്ണി ഗണപതി നമ്മളെയൊക്കെ കാത്തിരിക്കണം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിവം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം
സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സരസ്വതി ദേവിക്ക് 2-3 മാലകളുണ്ട്. വെളുത്ത പൂവിനാണ് ഏറ്റവും പ്രസക്തി കേട്ടോ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഇങ്ങനെ വരുമ്പോൾ ചെറിയ ഗണപതിനെയൊക്കെ കണ്ട് തൊഴുതു. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള ആ രൂപങ്ങളെ കണ്ടു പ്രാർത്ഥിച്ചു. പിന്നെ മേൽശാന്തിൽ അവിടെ ഭവേഷോദിക്കനുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് പ്രസാദമൊക്കെ വാങ്ങി, അർച്ചന പ്രസാദമൊക്കെ വാങ്ങി. അതിനുശേഷം ആ വാമനാവതാരം ഒക്കെ കണ്ടു, ഗജേന്ദ്രമോക്ഷമൊക്കെ കണ്ട് തൊഴുതു. ആ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ടു. അതിനുശേഷം നേരെ നമ്മൾ അനന്തശായിയായ അനന്തപത്മനാഭനെ കാണുകയാണ്. അവിടെ എന്താ വെച്ചാൽ താമരമാല ഉണ്ട്, വെളുത്ത മുല്ലപ്പൂമാല ഉണ്ട്, പിന്നെ കുറച്ച് തുളസിമാലയുണ്ട്. അപ്പോൾ അവിടെ കണ്ട് തൊഴുതു. അതിനുശേഷം ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് ചെന്ന് പ്രാർത്ഥിച്ചു, സാഷ്ടാംഗം നമസ്കരിച്ചു. അങ്ങനെ അവിടുന്ന് നമ്മൾ വീണ്ടും അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ ഓരോന്നോരോന്നായി കണ്ടു. പിന്നെ മുരുകൻ സ്വാമീനെ കണ്ടു. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്ന് കുങ്കുമത്തിന് പകരം മഞ്ഞൾപ്പൊടി പോലെ എന്തോ കാണാനുണ്ട്, മഞ്ഞ കളറില. എന്തായാലും കണ്ട് തൊഴാം. ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുകയാണ്. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യ വാക്പടുത്വം ഹനുമത് സ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ടു തൊഴുതു. രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ടു. അതിനുശേഷം നേരെ നമ്മൾ ഓവിൻ്റെ അവിടെ വന്നു. അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ വീണ്ടും പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കിയിട്ട് അവിടേക്ക് നടന്ന് നമ്മുടെ താമരക്കണ്ണനെ, പുതിയ സ്ഥാനത്തേക്ക് വന്ന താമരക്കണ്ണനെ നോക്കി കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴുതു. പിന്നീട് ആ ഗ്രില്ലിന് അപ്പുറത്തേക്ക് കിടന്ന് മണിക്കിണർ നോക്കി കണ്ടു തൊഴുതു. പിന്നീട് നമ്മുടെ കണ്ണൻ്റെ നൃത്ത അറയിലേക്ക് നോക്കിയാൽ അവിടെ കിടാവിളക്ക് ഇങ്ങനെ കത്തുണ്ട്. അപ്പോൾ അവിടെ കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് നോക്കി. ആ നമ്മുടെ മനസ്സിൽ തെളിയുന്ന പൊന്നുണ്ണിയുടെ രൂപം നൃത്തം ചെയ്യുന്ന കണ്ണനെ കണ്ടു. അങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും അതുപോലെ കൃഷ്ണാട്ട വിഗ്രഹമൊക്കെ കണ്ട് വടക്കേ നടയിലൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി ഇനി നേരെ എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരിക. അവിടെ നിന്ന് വളരെ ഇങ്ങനെ പ്രസന്നവതിയായിട്ടാണ് ഭഗവതി ഇരിക്കുന്നത്. തലയുടെ മേലെ നിറയെ തെച്ചിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. തലയിൽ തെച്ചിപ്പൂക്കളാണ് ചൂടിയെണ്ണം മുടിയിലേ. നല്ല രസമായിട്ടുണ്ട്. പിന്നെ നിറച്ച് പൂക്കളാണ്. ചുവന്ന പട്ടൊക്കെ എടുത്ത് വലിയ വട്ടത്തിലുള്ള ചുവന്ന പൊട്ടൊക്കെ ഇങ്ങനെ തൊട്ട് ഭഗവതി നമ്മളെ കാത്തിരിക്കുകയാണ് അനുഗ്രഹിക്കാനായിട്ട്. ഉത്സവമല്ലേ, എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലായിരിക്കുന്നത്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് കുറച്ച് അപ്പുറത്തേക്ക് വന്ന് ആ കോർണറിലെത്തിയ ഒന്ന് തിരിഞ്ഞ് നിന്നാൽ മമ്മിയൂരപ്പനെ നോക്കി തൊഴാം. മമ്മിയൂർ അമ്പലത്തിലേക്ക് നോക്കിയിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ തൊട്ടി വിളിക്കുക. അപ്പോൾ മനസ്സിൽ മമ്മിയൂരപ്പൻ വരും. അങ്ങനെ അതിന് ശേഷം നമ്മൾ വീണ്ടും തുലാഭാരത്തിൻ്റെ അധീനം ഇങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ എത്തി വീണ്ടും അകത്തേക്ക് നോക്കി ശ്രീലകത്തേക്ക് നോക്കിയാൽ നമ്മുടെ ആ മുട്ടുകുത്തി നിന്ന് വെണ്ണ കഴിക്കുന്ന വെണ്ണക്കണ്ണനെ കണ്ടു തൊഴുതു. പിന്നീടൊന്ന് നമസ്കരിച്ചു. അങ്ങനെ ആ കൂത്തമ്പലത്തിലെത്തിയ ഇന്ന് കൂത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂത്ത് നടത്തുന്ന ആളൊന്ന് നമ്മളെ ഒന്ന് തമാശിച്ചു. കയറി വരൂ എന്നൊക്കെ പറയണ്ടേ. അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. വളരെ മനോഹരമായ കൂത്തവതരണമാണ്. അത് കഴിഞ്ഞാൽ നേരെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് തൊഴാം. അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴാം. ഒന്ന് പ്രദക്ഷിണമായിട്ട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് തൊഴാം.
ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞാൽ നേരെ പടിഞ്ഞാറ നടയിൽ വന്ന് ആ ദീപസ്തംഭത്തിലെ വേണുഗോപാല സ്വരൂപം കണ്ടു തൊഴുതു. പിന്നെ ഒന്ന് പുറകിലോട്ട് ഇറങ്ങി നിന്നാൽ കൊടിമരത്തിലെ വേണുഗോപാല സ്വരൂപം കണ്ടു തൊഴാം. അങ്ങനെ കണ്ടു തൊഴുതു. അപ്പോൾ എല്ലാവരും ഇന്നും എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ നടയിലാണെന്ന് ചിന്തിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അപ്പോൾ എല്ലാവരും ഉത്സവം കാണാൻ എത്തട്ടെ. എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഹരേ